ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആകാശ് ആഗ്രഹം പോലെ തന്നെ ആദിനെ ജയിലിടാനുള്ള കാരണം ആകാശ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആദി പോലീസുകാർ പിടിച്ചോണ്ട് പോകാണ്. അത് കാണുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും വല്ലാത്ത വിഷമാവാണ്. ഇഷിത മഹേഷിനെ പിടിച്ച് പൊട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. മഞ്ജുമക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മഞ്ജുമയും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈശ്വര, സത്യങ്ങളൊക്കെ തനിക്കറിയാം, പക്ഷെ തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമയും ആകെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഇഷിത കുഞ്ഞിനെ നോക്കിയിട്ട് വന്നിട്ട് അകത്തേക്ക് പോകുന്നത് കേട്ടോ. ഡോക്ടർ ദേവിക പറയുന്നുണ്ട്, കുഞ്ഞിനെ പതുക്കെ പതുക്കെ ഇപ്പൊ പോയിസൺസ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു. ഇനി ഇഷിത മോളെ ഒന്ന് വിളിച്ചു നോക്കിയേ, മോള് തീർച്ചയായിട്ടും വിളി കേൾക്കും എന്ന് പറയാണ്. വിളിക്ക് ഇഷിതെ, വിളിക്കുക എന്ന് പറയുമ്പോൾ ഇഷിതക്ക് ഇങ്ങനെ വിളിക്കാനായിട്ട് ഇങ്ങനെ വായ തുറക്കുന്നുണ്ടെങ്കിൽ ശബ്ദം പോലും വരുന്നില്ല. അത്ര പേടിയായിട്ടിരിക്കുകയാണ്. ഇഷിതെ കമോൺ, തന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ ഡോക്ടർ ദേവിക പറയുമ്പോൾ ഇഷിത അങ്ങനെ മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ മോൾ ആദ്യം അങ്ങനെ കരയില്ല. പിന്നീട് 2-3 പ്രാവശ്യം കൂടി ഇഷിത വിളിക്കുമ്പോഴേക്കും മോള് പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നിട്ട് കൈ കാലിട്ടിട്ട് പെട്ടെന്ന് കരയുവാട്ടോ. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഡോക്ടർ ദേവിക പറയണ്ട്, കണ്ടില്ല ഇഷിത, കുഞ്ഞ് ഇപ്പൊ ഒരു കുഴപ്പമില്ല, കുഞ്ഞ് ഓക്കെയാണ്, ഇനി ഒന്നും പേടിക്കാനില്ല, ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം പുറന്തള്ളി കഴിഞ്ഞു, ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ഇഷിത പറയുന്നുണ്ട്, ഇഷിത ഇതിന് ഞാൻ എങ്ങനെയാണ് ഡോക്ടർ ദേവിക അടുത്ത് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്ന് പറയുമ്പോൾ എന്നോട് മാത്രമല്ല, ഇതിന് നമ്മുടെ കൂടെ ഇരുന്ന എല്ലാ ഡോക്ടർമാരോടും നന്ദി പറയണം. എല്ലാവരും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടാണ് ഇഷിതയുടെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ സന്തോഷ വാർത്ത മഹേഷിനോട് വന്ന് പറയാട്ടോ. മഹേഷ്, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് ഇപ്പൊ പഴയ പോലെ ആയിട്ടുണ്ട്, ശരീരത്തിലെ വിഷാംശം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയണം. അപ്പൊ ഇഷിതക്കും മഹേഷിന് സമാധാനമാവണം. ഇഷിത പറയണ്ട, ഇപ്പൊ കുഞ്ഞിന് അപകടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ആദ്യം പുറത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ലേ, അല്ലെങ്കിലും ആദ്യമല്ലല്ലോ തെറ്റ് ചെയ്തത് എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുന്ന മഞ്ജുമ ഇഷിതയുടെ മഹേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണ്ട്, അതെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് എന്ന് പറയാണ്. എന്താ എന്താ മഞ്ജുമച്ചിക്ക് പറയാനുള്ളത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ മഞ്ജുമ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ആദ്യമല്ല കുഞ്ഞിനെ ഉപദ്രവിച്ചത്. ആദ്യമല്ല ഉപദ്രവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മഞ്ജുമച്ചിക്ക് കുറ്റവാളിനെ അറിയാമെങ്കിൽ തുറന്നു പറയാം, അത് മഞ്ജുമ ചേച്ചി തന്നെയാണോ ഇതിനെല്ലാത്തിനും പിന്നിൽ? അയ്യോ മഹേഷ്, ഒരിക്കലുമല്ല. എനിക്ക് ഇഷിതടുത്ത് നിന്റെ അടുത്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും, ഇഷിതടുത്ത് ഒരുപാട് ദേഷ്യവും പകയൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും കുഞ്ഞിനോട് ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ചേച്ചിക്ക് എങ്ങനെ അറിയാം അത് ആരാ ചെയ്തതെന്ന്? അത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ചേച്ചി കാര്യം പറ. അത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളായിട്ട് അഫെയറിലായിരുന്നു. ആളുടെ പേര് അജിത്ത് എന്നാണ്. ആള് മെഡിക്കൽ റെപ്പാണ്. എന്നോട് പ്രണയം കാണിച്ച് അടുപ്പം കാണിച്ചിട്ട് എന്നെ ചതിക്കായിരുന്നു ആള്. വീട്ടിൽ ആരില്ലാത്ത സമയത്ത് ഞാൻ ആളെ വിളിച്ചിരുന്നു. നിങ്ങൾ ഇന്നലെ ട്രിപ്പ് പോയില്ലേ, ആ സമയത്ത് അച്ഛനും അമ്മേനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞാനും അയാളും കൂടിയിട്ട് എൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു, പക്ഷെ വാതിലടയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്നോ ശബ്ദം കേട്ടപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനായി. അമ്മയാണോ അച്ഛനാണോ അത് ഇഷിതയും മഹേഷൊക്കെ തിരിച്ചു വന്നതാണോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനില് ഞാൻ പേടിച്ചു നിൽക്കുന്ന സമയത്ത് അജിത്താണ് പറഞ്ഞത് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കാന്ന്. അങ്ങനെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുമ്പോഴേക്കുമാണ് പുറത്ത് നിന്നിട്ട് ആരൊക്കെയോ വന്നിട്ട് തിരിച്ചു പോകുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടത്. ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വേഗം തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് കുഞ്ഞിന് അനക്കൂലത് മനസ്സിലായത്. അപ്പൊ തന്നെ ഞാൻ അജിത്തിനോട് പറയുകയും ചെയ്തു, കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന്. പക്ഷേ അജിത്തിന്റെ സ്വഭാവം അപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന്. അവിടെ നിന്ന് എന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് അജിത്ത് ഓടിപ്പോകുമായിരുന്നു. പിന്നീട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് ഓടി വന്നത്. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ ആരാണ് വീട്ടിൽ വന്നതെന്ന്? ഇല്ല മഹേഷ്, ആ സമയത്ത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല ആരാണ് വീട്ടിലേക്ക് വന്നതെന്ന്. പക്ഷെ അതിനുശേഷം ഇപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടില് ആരാണ് വന്നതെന്നുള്ള സത്യം. ആരാ ചേച്ചി, ആരാ വന്നത്? അത് ആകാശ് മേനോനാണ്. ആകാശ് മേനോനോ? അതെ, ആകാശ് മേനോൻ തന്നെയാണ്. അയാള് കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നായിരുന്നില്ലേ, ആ സമയത്ത് എന്നോട് പറഞ്ഞതാണ് അയാളാണ് വീട്ടിലേക്ക് വന്നത് എന്നുള്ള സത്യം. ഓഹോ, അപ്പൊ ഇതിനെല്ലാത്തിനും പിന്നിൽ ആകാശ് മേനോൻ ആണല്ലേ? അതെ, ആകാശ് മേനോൻ തന്നെയാണ് ഇതിന് പിന്നിൽ. ആദിനെ പുറത്തെടുക്കണം, ആകാശ് മേനോൻ ഇതിന് പിന്നിൽ നിന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണം, ഞാനും കൂടെ വരാം എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത പറയണ്ട, മഹേഷ് ഇവിടെ നിൽക്കുക, മഞ്ജുമ ചേച്ചി വാ, നമുക്ക് രണ്ടുപേർക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക്
മഞ്ജുമേനെയും കൂട്ടിക്കൊണ്ട് പോകുവാണ് നമ്മുടെ ഇഷിത കേട്ടോ. അതേസമയം ആകാശ് ആണെങ്കിൽ ജയിച്ച പോലെ വീട്ടിലേക്ക് തിരിച്ചു വരുവാട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രചന അറിയുകയും ചെയ്തു. പിന്നെ സുമിയുടെ കൊലപാതകം ചെയ്തത് ആകാശാണെന്ന് അറിയുകയും ചെയ്തിട്ടോ. ആകാശ് വരുമ്പോ തന്നെ രചന ചോദിക്കണ്ട്, എന്റെ മോന ഇതുപോലെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ എത്തിക്കാതാണോ ആകാശ് പറഞ്ഞത്? എന്റെ മോനെ എന്റെ മുമ്പിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞ ആകാശ് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനെ വിട്ടേല്ലേ? ആ കുഞ്ഞിനൊരു അപകടം പറ്റിയപ്പോ ആ അപകടം ചെയ്തത് എന്റെ മോനാണെന്ന് പറഞ്ഞല്ലേ? അവനൊരു കൊലയാളിയാക്കിയല്ലേ? ഈ പ്രായത്തിൽ ആകാശ് അവനൊരു കൊലയാളിയാക്കിയല്ലേ? എടോ, അതങ്ങനെയൊന്നും ഇല്ലടോ. അവനെ സുഖമായിട്ട് നമുക്ക് പുറത്തിറക്കാം. പക്ഷെ കൊലയാളി എന്ന് പറഞ്ഞ പേര് എന്റെ മോന്റെ അടുത്തത് മാറില്ല. ഓ, തന്റെ ഒരു കാര്യം. എടോ, അങ്ങനെയൊന്നും ഇല്ല, താൻ സമാധാനത്തോടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ആകാശ് കേട്ടോ. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഇഷിത മഞ്ജുമേനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് മഞ്ജുമ പോലീസുകാർക്ക് നടന്ന സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാണ്. എസ് ഐ പറയണ്ട എത്രയും പെട്ടെന്ന് ആ ആകാശ് മേനോനെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാണ്. പോലീസുകാര് ആകാശിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആകാശ് മേനോനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അറസ്റ്റ് ചെയ്യാനോ? എന്തിനാ? എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. എടോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ? താൻ ആരായാലും ഒരു കുഴപ്പമില്ലടോ. ഒരു കുഞ്ഞു കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവിടുന്ന് ന്യായം പറയുന്നോ? കേരള വണ്ടിയില് എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ ആകാശ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക കേട്ടോ. ആ സമയത്ത് വേഗം തന്നെ പോലീസുകാരെല്ലാരും കൂടി ആകാശിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും തൊട്ടു പിന്നാലെ നമ്മുടെ രചനയും ആകാശിനെ കൊല്ലാൻ വേണ്ടി ഒരു തോക്കായിട്ട് വരുന്നുണ്ട്. ആകാശിനെ പിടികൂടുന്നത് കാണാനായിട്ട് നമ്മുടെ ഇഷിതയും മഹേഷും എല്ലാരും തന്നെ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ആകാശ് പറയുന്നുണ്ട് രചന, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ രചന. ഇവരൊന്നും എത്തിപ്പെടാത്ത സ്ഥലത്തേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാം രചന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രചന, നീ വിശ്വസിക്ക് എന്നൊക്കെ പറയാണ്. അപ്പൊ എസ് എ പറയണ്ടോ, ഇപ്പോഴാടോ എന്നെ ഞങ്ങളുടെ CA വിളിച്ചത്? സുമിയുടെ കൊലപാതകം ചെയ്തത് താനാണ്. തന്റെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. താൻ ഒരിക്കലും രക്ഷപ്പെടില്ലടോ. ഒരു കുഞ്ഞു കൊച്ചിനെ കൊല്ലാൻ നോക്കി സുമിയുടെ കൊലപാതകം ചെയ്തു. പിന്നെ ആതിര കേസിലെ ഫസ്റ്റ് പ്രതി താനാണല്ലോ. അതുകൊണ്ട് താൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല. അറസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരെ പിടിക്കാൻ പോകുമ്പോഴേക്കും രചന അതിനേക്കാളും മുമ്പിൽ ആകാശിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ഒരു തോക്കും ചൂണ്ടിക്കൊണ്ട്. രചന, നീ എന്തേ ചെയ്യാൻ പോണത്? രചന, നോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രചന, നീ ഇങ്ങനെ ചെയ്യരുത്. നിർത്തടോ, എനിക്ക് മനസ്സിലായി തന്റെ ഉദ്ദേശം എന്താണെന്ന്, താൻ ആരാണെന്നും എന്താണെന്നും എല്ലാം എനിക്ക് മനസ്സിലായി. താൻ ഇത്രയും വർഷം എന്നെ കബളിപ്പിക്കുമായിരുന്നു, തന്നെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു. തന്നെ വിശ്വസിച്ച ഞാൻ മണ്ടി. നല്ലൊരു ജീവിതം എനിക്ക് ദൈവം തന്നിട്ടും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് തന്റെ കൂടെ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലടോ, തന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടോ. ഒരിക്കലും താൻ നന്നായിട്ട് ജീവിക്കില്ല. താൻ നോക്കിക്കോ, തന്നെ കൊന്നിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അതെ, അത് തന്നെയാണ് ചെയ്യാൻ പോണത്. തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോവാൻ പോവാടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ആ തോക്കിൽ 2 വെടിയുണ്ട നമ്മുടെ ആകാശിന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയിറക്കാണ് രചന കേട്ടോ. ആകാശ് സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. പോലീസുകാരെല്ലാവരുടെ മുമ്പിൽ തന്നെ എല്ലാവരും കൂടി ചേർന്ന് രചനേനെ കയ്യില് വിലങ്ങ് വെക്കാണ്. അങ്ങനെ രചനേനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാട്ടോ, ജയിലിലേക്ക് ഇടാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മുടെ ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകണം. നമ്മുടെ ക്ലൈമാക്സ് വെള്ളിയാഴ്ച ആണെന്ന് ഉറപ്പിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.